എനിക്ക് ആ ഗിരിയെ കൊണ്ടുണ്ടാവുന്ന അപമാനം ചെറുതല്ല ഗോപാൽജി. അവൻ കാരണം എനിക്ക് വീടിന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. എല്ലായിടത്തും അവനും പ്രീതിയും തമ്മിലുള്ള കഥകളാ. കേട്ട് കഴിഞ്ഞാൽ മനുഷ്യരുടെ തൊലി ഉരിഞ്ഞു പോകും. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യണം ഗോപാൽജി. എന്തിന് ഗോപാൽജി? എടോ, ഈ കാര്യത്തിൽ 100% ശരി തന്റെ മകളുടെ ഭാഗത്താണ്. അവനൊരിക്കലും അവളോട് വേണ്ടാത്ത രീതിയിൽ പെരുമാറില്ല. പ്രീതിക്ക് ഗിരിയോട് നില മുഴുത്ത പ്രേമോ. അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞ ഒരുത്തനാന്ന് പോലും ഓർക്കാതെ അവൾ അവന്റെ പുറകെ തന്നെ കൂടിയത്. അന്തസ്സുള്ള പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് ഇത്. ഈ നാട്ടിൽ വേറെ ആണുങ്ങളില്ലാഞ്ഞിട്ടാണോ അവള് ഗിരിയുടെ പുറകെ നടക്കുന്നത്? ഇങ്ങനെ നാണം കെട്ട രീതിയിൽ ഓരോന്ന് ചെയ്താലേ നാട്ടുകാർ ഓരോന്ന് പറയും. ഇതിനെയാ കാരണവന്മാര് വളർത്തുദോഷം എന്ന് പറയുന്നേ. ഓ ഗോപാൽജി, ശാലിനെയും കുറെ നാള് ഗിരിയുടെ പുറകെ നടന്നിട്ടുള്ളതാ. അവളും കുറച്ചുനാള് ഗിരിയുടെ വീട്ടിൽ പോയി താമസിച്ചതല്ലേ. അതും വളർത്തുദോഷായിരിക്കും അല്ലേ ഗോപാൽജി? ആ മോനെ, ഞാൻ മോന്റെ അച്ഛനെ അമ്മയും മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് ഫോൺ എടുക്കുന്നില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കണ്ടേ? താൻ ഒരു പരിഹാരം ഉണ്ടാക്കണ്ട. അതൊക്കെ കോടതി നോക്കിക്കോളും. താൻ തന്റെ മകളെ നിലയ്ക്ക് നിർത്താൻ നോക്ക്. അവളും ഗിരിയും തമ്മിലുള്ള ചുറ്റിക്കളി നാട്ടുകാരെല്ലാം സംസാരിച്ചു തുടങ്ങി. അവൾ ആരുടെ കൂടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. പക്ഷേ എന്റെ കുഞ്ഞിന്റെ സുരക്ഷ എനിക്ക് പ്രധാനം. ഗിരിയുടെ പുറകെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവൾ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധക്കുറവ് കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ തന്നെയും തന്റെ മോളെയും കൊന്നുകളയും ഞാൻ.